അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എവർക്കും അൽകുനൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇൽമുൻ നഹ്വാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൽമുൻ നഹ്വിലെ ബിനാ മബ്നി നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇഅ്റാബിനെ കുറിച്ചാണ്. നമുക്ക് നോക്കാം. ധാരാളം കൂട്ടുകാർ നമ്മുടെ വീഡിയോകൾ കൃത്യമായി കാണുന്നവരുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫാനിയൻ അൽ ഇഅ്റാബ്, രണ്ടാമതായി ഇഅ്റാബ്. എന്താണ് ഇഅ്റാബ് എന്ന് നമുക്ക് നോക്കാം. ഹുവ തഗ്യീറു അവാഖിരിൽ കലിമാത്തി ലഫ്ളൻ ഔ തഖ്ദീറൻ. കലിമത്തിൻ്റെ അവസാനം മാറ്റം വരും. ലഫ്ളൻ ഒന്നുകിൽ പദത്തിൽ തന്നെ മാറ്റം കാണാം, അല്ലെങ്കിൽ ഔ തഖ്ദീറൻ അല്ലെങ്കിൽ സങ്കല്പനത്തിൽ. ലിഖ്തിലാഫിൽ അവാമിലി ദാഖിലത്തി അലൈഹ, ആ കലിമത്തുകൾക്ക് മേൽ പ്രവേശിച്ച ആമിലുകൾ കാരണമായിട്ട്. അപ്പോൾ കലിമത്തുകളിൽ മേൽ പ്രവേശിച്ച ആമിലുകൾ കാരണമായി ലഫ്ളിലോ അല്ലെങ്കിൽ തഖ്ദീറിലോ കലിമത്തിന് മാറ്റം സംഭവിക്കുന്നതിനാണ് ഇഅ്റാബ് എന്ന് പറയുന്നത്. കാരണം നേരത്തെ നമ്മൾ ബിനായിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഒരു മാറ്റവും വരാത്തതായിരുന്നു ബിനാ. അതായത് ഇന്നൽ കലിമത്ത് ഇൻ തഗയ്യറ ഹാലു ആഖിറിയ, കലിമത്തിൻ്റെ അവസാനത്തിന് മാറ്റം വന്നു. മിൻ ഹാലി റഫ്ഇ, റഫ്ഇൻ്റെ അവസ്ഥയിൽ നിന്ന് ഇലാ ഹാലി റഫ്ഇ ഇലാ ഹാലിൻ നസ്ബി, നസ്ബിൻ്റെ അവസ്ഥയിലേക്കോ അവിൽ ജരി അല്ലെങ്കിൽ ജറിൻ്റെ അവസ്ഥയിലേക്കോ. എങ്ങനെ? ബി സബബിൽ അവാമിൽ ദാഖിലത്തി അലിഹ, അതിൻ്റെ മേൽ പ്രവേശിച്ച ആമിൽ കാരണമായിട്ട്. ഫഹിയ മുഅറബത്തുൻ, അപ്പോൾ അത് മുഅറബായിരിക്കും. അങ്ങനെ മാറ്റം വന്നതിന് മുഅറബ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇഅ്റാബ്? മുഅറബ് എന്ന് നമ്മൾ പറഞ്ഞു. വൽ ഇഅ്റാബു ലാ യദ്ഖുലു ഇല്ലൽ ഇസ്ം വൽ ഫീൽ മുളാരി. ഇഅ്റാബ് ഇസ്മിലും മുളാരിയായ ഫീലിൽ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം. മിസാലുഹു മിനൽ ഇസ്മി, ഇസ്മിൽ ഇഅ്റാബ് പ്രവേശിച്ചതിനുള്ള ഉദാഹരണമാണ് പറയുന്നത്. കലിമത്തു റജുൽ, റജുൽ എന്ന പദം. മിൻ ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗലിൽ നിന്ന്. വജാഅ റജുലൻ, ഒന്നാമത്തെ ഉദാഹരണം. രണ്ടാമത്തേത് അതഖ്തുലൂന റജുലൻ, മൂന്നാമത്തെ ഉദാഹരണം. ഔഹൈന ഇല റജുലിൻ. ഇതിൻ്റെ വിശദീകരണം താഴെ കൊടുത്തത് നോക്കാം. ഫഫിൽ ആയത്തിൽ ഉല, ഒന്നാമത്തെ ആയത്തിൽ. ജാഅത്ത് മർഫൂഅത്ത്, ഈ റജുലുൻ എന്ന പദം റഫ് ചെയ്യപ്പെട്ട രൂപത്തിലാണ് വന്നിട്ടുള്ളത്. റജുലുൻ എന്നാണ് പറഞ്ഞത്. കാരണം അന്ന ആമിലഹ, ആ റജുൽ എന്നുള്ളതിൻ്റെ ആമിലിൻ, അതായത് ജാ എന്നുള്ളത് യത്തുലുബു, അത് തേടുന്നുണ്ട്. ഫായിലൻ, ഫായിലിനെ തേടുന്നുണ്ട്. അതുകൊണ്ട് ഫജാഅത്ത് ഫായിലൻ, ആ റജുലൻ എന്നുള്ള പദം ഫായിലായിട്ടാണ് വന്നത്. വഫിൽ ആയത്തി സാനിയ, രണ്ടാമത്തെ ആയത്തിൽ ജാഅത്ത് മൻസൂബത്തൻ, ഈ റജുൽ എന്ന പദം നസ്ബ് ചെയ്യപ്പെട്ട രൂപത്തിലാണ് വന്നിട്ടുള്ളത്. കാരണം അന്ന ആമിലഹ, അതിൻ്റെ ആമിൽ തഖ്തുലൂന എന്നുള്ള ആമിൽ യത്തുലുബു മഫ്ഊലൻ ബിഹി, അത് മഫ്ഊലൻ ബിഹിയെയാണ് തേടുന്നത്. അതുകൊണ്ട് ഫജാഅത്ത് മഫ്ഊലൻ ബിഹി, മഫ്ഊലൻ ബിഹി ആയ നിലക്കാണ് ഈ റജുലൻ എന്ന പദം വന്നിട്ടുള്ളത്. വഫിൽ ആയത്തി സാലിസത്തി, മൂന്നാമത്തെ ആയത്തിൽ ജാഅത്ത്, ഈ റജുലൻ എന്നുള്ള പദം വന്നിട്ടുള്ളത്. റജുലിൻ എന്നത് മജ്റൂറത്തൻ, ജർ ചെയ്യപ്പെട്ട നിലക്കാണ്. കാരണം അതിൻ്റെ ആമിലായ ഇല എന്നുള്ളത് അതൊരു മജ്റൂറിനെ തേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫജാഅത്ത് മജ്റൂറത്തൻ ബി ഇല, അതുകൊണ്ട് ഇല എന്നതുകൊണ്ട് ജർ ചെയ്യപ്പെട്ട നിലക്കാണ് റജുൽ എന്ന പദം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കിയാൽ തന്നെ വളരെ വ്യക്തമാണ്. ഒന്നാമത്തിൽ റജുലുൻ, രണ്ടാമത്തിൽ റജുലൻ, മൂന്നാമത്തിൽ റജുലിൻ. ഒന്നാമത്തിൽ റഫ് ആണ്, രണ്ടാമത്തിൽ നസ്ബാണ്, മൂന്നാമത്തിൽ ജറാണ്. അതിൻ്റെ മുമ്പിലുള്ള ആമിലുകൾ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇഅ്റാബും നമുക്ക് മാറുന്നതായി കാണാൻ സാധിക്കും. ഫലമ്മ തഗയ്യറ ആലു ആഖിരിയ ബി തഗയ്യുരിൽ അവാമിലി അറഫ്ന അന്നഹ മുഅറബത്ത്, അവസാനം മാറ്റം വരുന്നുണ്ട് അതിൻ്റെ അവാമിൽ കാരണമായിട്ട്. അതുകൊണ്ട് നമ്മൾ അത് മുഅറബാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി മുളാരിയായ ഫീൽ നോക്കാം. മിസാലുഹു മിനൽ ഫീലിൽ മുളാരി അൽ ഫീലു യഅ്കുലു, യഅ്കുലു എന്ന പദം. മിൻ ഖൗലി തആല, അല്ലാഹു തആലയുടെ ഖൗലിൽ നിന്ന്. യഅ്കുലു ത്വആം, രണ്ടാമത്തത് അൻ യഅ്കുല ലഹ്മ അഖീഹി, മൂന്നാമത്തത് ഫൽ യഅ്കുൽ ബിൽ മഅറൂഫ്. ഫഫിൽ ആയത്തിൽ ഉല, ഒന്നാമത്തെ ആയത്തിൽ ജാ അൽ ഫീലു യഅ്കുലു, യഅ്കുലു എന്ന പദം വന്നിട്ടുള്ളത് മർഫൂഅൻ, റഫ് ചെയ്യപ്പെട്ട നിലക്കാണ്. കാരണം ലിഅന്ന തജറുദ മിനൻ നാസ്ബി വൽ ജാസിമി യഖ്തദി റഫ്അഹു, നസ്ബിൽ നിന്നും നാസിബിൽ നിന്നും ജാസിമിൽ നിന്നും നസ്ബ് ചെയ്യുന്ന ഒരക്ഷരവും അതുപോലെ അല്ലെങ്കിൽ ജസ്മി എന്ന അക്ഷരമൊന്നും അതിന് മുമ്പ് വന്നിട്ടില്ല. അതിനെ തൊട്ട് തനിക്കുക എന്ന കാരണം കൊണ്ട് തന്നെ
അത് റഫിനെ തേടുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ ആയത്തിൽ ഒഫിൽ ആയത്തി സാനിയ ജ മൻസൂബൻ യഅ്കുലു എന്ന പദം അത് നസ്ബ് ചെയ്യപ്പെട്ട നിലക്കാണെന്നുള്ളത്. കാരണം അൻ എന്നുള്ളത് അത് നസ്ബിനെ തേടുന്നുണ്ട്. നസ്ബിൻ്റെ അക്ഷരമാണല്ലോ. അതുകൊണ്ട് അൻ യഅ്കുല നസ്ബ് ചെയ്യപ്പെട്ട രൂപത്തിലാണ് രണ്ടാമത്തെ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ആയത്തിൽ ഒഫിൽ ആയത്തി സാലിസ ജ മജ്സൂമൻ ജസ്മ് ചെയ്യപ്പെട്ട നിലക്കാണെന്നുള്ളത്. കാരണം ലാമുൽ അമ്ര തഖ്തദി ജസ്മഹു അതിൻ്റെ ജസ്മിനെ തേടുന്നുണ്ട്. അപ്പോൾ ഫൽ യഅ്കുൽ എന്ന രൂപത്തിലാണ്. ഫലമ്മ തഗയ്യറ ആലു ആഖിരിഹി ബി തഗയ്യുരിൽ അവാമിൽ കാരണം, അതായത് ആമിലുകൾ കാരണമായിട്ട് അതിൻ്റെ അവസാനത്തിന് മാറ്റം വന്നപ്പോൾ നമ്മളിത് മുഅറബാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്താണെന്ന് മുഅറബ്, ഏതിലേക്ക് മുഅറബ് വരുന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലായി കാണും. ഇനി അൽ ഇഅറാബുൽ ലഫ്ളിയു വൽ ഇഅറാബു തഖ്ദീരു. നമ്മൾ നേരത്തെ ഇഅറാബിൻ്റെ നിർവചനം പറഞ്ഞ സമയത്ത് ലഫ്ളൻ ഔ തഖ്ദീറൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് വരുന്നത് ലഫ്ളിയായ ഇഅറാബ്, തഖ്ദീരിയായ ഇഅറാബ് എന്നാൽ എന്ത് നമുക്ക് നോക്കാം. അൽ ഇഅറാബുൽ ലഫ്ളിയു അവിൽ ളാഹിറു. ലഫ്ളിയായ ഇഅറാബ് അല്ലെങ്കിൽ ളാഹിറായ ഇഅറാബ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യദ്ഹറു അസറുഹു ഫിൻ നുത്ഖി. ഉച്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ അസർ എന്ത് ചെയ്യുന്നു? പ്രകടമാണ്. വലാ യംനഉ മിന തലഫ്ഫുദി ബിഹി മാനിയുൻ. അത് ഉച്ചരിക്കുന്നതിന് ഒരു തടസ്സം നിൽക്കുന്ന ഒരു കാര്യവും ഇല്ല. ഇതുപോലെ കൽഹൂരിൽ ലമ്മത്തി വൽ ഫത്ഹത്തി വൽ കസ്റത്തി ഫി ആഖിരി കലിമത്ത് റജുൽ. റജുൽ എന്ന പദത്തിൻ്റെ അവസാനത്തിൽ ലമ്മത്ത്, ഫത്ഹത്ത്, കസ്റത്ത് എല്ലാം വ്യക്തമാണല്ലോ. റജുൽ നേരത്തെ നമ്മൾ കണ്ടല്ലോ. റജുലൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ കൽഹൂരിൽ ലമ്മത്തി വൽ ഫത്ഹത്തി ഫി സുക്കൂനി ഫി ആഖിരി കലിമത്ത് യഅ്കുലു വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നുഖ്തഖിൽ ഉച്ചരിക്കുന്ന സമയത്ത് അത് പ്രകടമാകുന്നുണ്ട്. അതിനൊരു തടസ്സവും ഉച്ചരിക്കാനില്ല. ആ രൂപത്തിലുള്ളതാണ് ലഫ്ളി അല്ലെങ്കിൽ ളാഹിരിയായ ഇഅറാബ് എന്ന് പറഞ്ഞാൽ. എന്നാൽ രണ്ടാമത്തെ ഇഅറാബു തഖ്ദീരി എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ ലാ യദ്ഹറു അസറുഹു ഫിൻ നുത്ഖി. ഉച്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ അസർ നമുക്ക് എന്തില്ല? പ്രകടമാകില്ല. വഇന്നമാ യുഖദ്ദറു ലിമാനിൻ. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ അതിനെ സങ്കല്പിക്കപ്പെടുന്നതാണ്. കതഅദുരി, ചിലപ്പോൾ എന്തെങ്കിലും എഴുതുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവിസ്യക്കൽ അല്ലെങ്കിൽ ഭാരമായതുകൊണ്ട് അക്ഷരത്തിൻ്റെ മേൽ ഹർക്കത്ത് ഭാരമായിരിക്കാം. അതല്ലെങ്കിൽ അവിസ്തിഖാലിൽ മഹല്ലി ബി ഹർക്കത്തിൽ മുനാസബത്തി, യോജിച്ച ഹർക്കത്ത് കൊണ്ട് മഹല്ല് ജോലി ആയതുകൊണ്ട് എന്തായിരിക്കും? തഖ്ദീരിയായി അങ്ങനെയും വരാം. വൽ ഇഅറാബു തഖ്ദീരിയു യഖഉ ഫി ഖംസത്തി അഷ്യാ. 5 കാര്യങ്ങളിലാണ് തഖ്ദീരിയായ ഇഅറാബ് വരുന്നത്. 1 അൽ ഇസ്മുൽ മഖ്സൂർ, 2 അൽ ഇസ്മുൽ മൻഖൂസ്, 3 അൽ ഇസ്മുൽ മുളാഫു ഇലാ യാഇൽ മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട ഇസ്മ. അതുപോലെ അൽ ഫിഉലുൽ മുളാരിഉൽ മുഅ്തല്ലുൽ ആഖിർ ബിൽ അലിഫ്, അവസാനം അലിഫ് വന്ന മുളാരിയായ ഫീല്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അവസാനം യാഓ വാവോ വന്ന മുളാരിയായ ഫീല്. ഇങ്ങനെ 5 കാര്യങ്ങളിലാണ് തഖ്ദീരിയായ സാങ്കല്പികമായ ഇഅറാബ് ഉള്ളത്. അത് ഓരോന്നും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം.